ഗുഡ് മോർണിംഗ് യൂറോപ്പ് ആനന്ദ് ന്യൂസിലേക്ക് സ്വാഗതം. ഓസ്ട്രേലിയൻ ചാനലായ ABC-ക്ക് വിലക്ക്. ലണ്ടൻ സന്ദർശനത്തിനിടെ നടക്കുന്ന ഡൊണാൾഡ് ട്രംപിന്റെ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്നും ഓസ്ട്രേലിയൻ ചാനലായ ABC-യെ വിലക്കി. ABC-യുടെ അമേരിക്കാസ് എഡിറ്റർ ജോൺ ലിയോൺസും പ്രസിഡന്റും തമ്മിൽ വാഷിംഗ്ടൺ DC-യിൽ വെച്ച് നടന്ന തർക്കങ്ങളെ തുടർന്നാണിത്. ലോജിസ്റ്റിക് കാരണങ്ങളാൽ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കാനുള്ള അംഗീകാരം പിൻവലിച്ചതായി ഡൌണിംഗ് സ്ട്രീറ്റ് തങ്ങളുടെ ലണ്ടൻ ബ്യൂറോയെ അറിയിച്ചതായി ഓസ്ട്രേലിയൻ ചാനൽ വ്യക്തമാക്കി. ഈ ആഴ്ച ലണ്ടനടുത്ത് നടക്കുന്ന ഡൊണാൾഡ് ട്രംപിന്റെ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നെന്നും ABC-യെ വിലക്കിയിട്ടുണ്ട്. ABC-യുടെ അമേരിക്കാസ് എഡിറ്റർ ജോൺ ലിയോൺസും പ്രസിഡന്റും തമ്മിൽ വാഷിംഗ്ടൺ DC-യിൽ അദ്ദേഹത്തിന്റെ ബിസിനസ് ഇടപാടുകളെ ചൊല്ലിയുണ്ടായ സംഘർഷത്തെ തുടർന്നാണിത്. ലോജിസ്റ്റിക് കാരണങ്ങളാൽ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുവാനുള്ള അംഗീകാരം പിൻവലിക്കൽ ഈ ആഴ്ച ആദ്യം ABC അമേരിക്കാസ് എഡിറ്റർ ജോൺ ലിയോൺസും പ്രസിഡന്റ് ട്രംപിനോട് ചോദിച്ച ചോദ്യങ്ങളുമായി ഇതിന് ബന്ധമുണ്ടെന്നും ഞങ്ങൾക്ക് ഒരു സൂചനയും ലഭിച്ചിട്ടില്ല. ഫോർ കോർണേഴ്സിനായി റിപ്പോർട്ട് ചെയ്യുന്ന ലിയോണിസ് ജനുവരിയിൽ രണ്ടാം തവണ ഓവൽ ഓഫീസിലേക്ക് മടങ്ങിയതിനു ശേഷം ട്രംപ് എത്രത്തോളം സമ്പന്നനായി എന്ന് ചൊവ്വാഴ്ച ചോദിച്ചതാണ് ട്രംപിന്റെ രോക്ഷത്തിന് കാരണം. ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് റിപ്പോർട്ടർ ഓസ്ട്രേലിയയെ വേദനിപ്പിച്ചു എന്നും ട്രംപ് ആരോപിച്ചു. ബാങ്കിംഗ് ഓഫ് ഇംഗ്ലണ്ട്. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് ഈ ബാങ്കിനുള്ളിലെ സംവിധാനങ്ങൾ കാണുവാനുള്ള സൗകര്യമൊരുക്കി ബാങ്കിന്റെ മ്യൂസിയം. ബ്രിട്ടനെ സംബന്ധിച്ച സുപ്രധാന സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്ന ത്രെഡ് നീഡിലെ സ്ട്രീറ്റിലെ ബാങ്ക് ആസ്ഥാനത്തെ ഭൂഗർഭ അറയിൽ 4 ലക്ഷം സ്വർണ്ണ ബാറുകൾ സൂക്ഷിക്കുന്ന കെട്ടിടത്തിനകം നേരിട്ടു കാണുവാൻ ഉള്ള അവസരമാണ് ഒരുങ്ങുന്നത്. ബ്രിട്ടനിലെ ഏറ്റവും വലിയ സുരക്ഷ ഒരുക്കിയ ഇടമാണിത്. പാർക്കിംഗ് ഫൈനിൽ വർധനവ്. പ്രൈവറ്റ് പാർക്കിംഗ് കമ്പനികൾ നൽകുന്ന പാർക്കിംഗ് ഫൈനിൽ 24% വർധനവ് ഉണ്ടായിരിക്കുന്നതായാണ് ഏറ്റവും പുതിയ കണക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. ഈ വർഷം ഏപ്രിലിനും ജൂണിനും ഇടയിലായി സ്വകാര്യ പാർക്കിംഗ് കമ്പനികൾ 4.3 മില്യൺ പൗണ്ടിന്റെ പാർക്കിംഗ് ടിക്കറ്റുകൾ നൽകിയതായാണ് സർക്കാർ കണക്കുകൾ വ്യക്തമാക്കുന്നത്. 2024 ഇതേ കാലയളവിൽ കമ്പനികൾ നൽകിയത് 3.5 മില്യൺ പൗണ്ടിന്റെ ടിക്കറ്റുകൾ മാത്രമായിരുന്നു. പ്രതിദിനം ശരാശരി 48,000 പിഴ നോട്ടീസുകളാണ് അയച്ചിരിക്കുന്നത്. വാഹന ഉടമകളോടുള്ള പെരുമാറ്റത്തിനും വായ്പാ കളക്ഷൻ രീതി സ്വീകരിക്കുന്നതിനും അമിത പിഴ ഈടാക്കുന്നതിനുമൊക്കെ സ്വകാര്യ പാർക്കിംഗ് കമ്പനികൾ അടുത്തിടെ ഏറെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ചിലയിടങ്ങളിൽ പേയിങ് മെഷീനുകളുടെ പ്രവർത്തനത്തിൽ പോലും ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ലണ്ടൻ ഹൈക്കോടതിയുടെ താൽക്കാലിക സ്റ്റേ. ഫ്രാൻസുമായി ബ്രിട്ടൻ അടുത്തിടെ ഉണ്ടാക്കിയ 1 in 1 ഔട്ട് കരാർ പ്രകാരം കള്ളബോട്ടിൽ അനധികൃതമായി എത്തിയ അഭയാർത്ഥികളെ ഫ്രാൻസിലേക്ക് തിരിച്ചയക്കുന്ന നടപടിക്ക് ലണ്ടൻ ഹൈക്കോടതിയുടെ താൽക്കാലിക സ്റ്റേ. ഈ പദ്ധതി പ്രകാരം നാടുകടത്തലിരുന്ന ഒരു എരിത്രിയൻ പൗരൻ നൽകിയ പരാതിയിലാണ് താൽക്കാലിക സ്റ്റേ. ഫ്രാൻസിലെത്തിയാൽ താമസിക്കാൻ ഒരിടം ഇല്ലാത്ത എന്നുള്ള ഇയാളുടെ വാദം തള്ളിക്കളഞ്ഞ കോടതി പക്ഷേ കൂടുതൽ വിശദാംശങ്ങൾക്ക് വേണ്ടി ഇയാളെ നാടുകടത്തുന്നത് താൽക്കാലികമായി തടയുകയായിരുന്നു. ഈ കേസിൽ താൽക്കാലിക സ്റ്റേ നിലവിൽ വന്നതോടെ നാടുകടത്തലിന് വിധേയരാകുന്ന മറ്റുള്ളവരും സമാനമായ വാദങ്ങൾ ഉയർത്തി ബ്രിട്ടനിൽ തുടരാൻ ശ്രമിക്കുമോ എന്ന ആശങ്ക ശക്തമായിട്ടുണ്ട്. ഇയാൾക്ക് ഫ്രാൻസിൽ അഭയത്തിന് അപേക്ഷിക്കാമായിരുന്നു എന്നും ഹോം ഡിപ്പാർട്ട്മെന്റ് അഭിഭാഷകൻ വാദിച്ചു. ഇയാൾ ആധുനിക കുടിയേറ്റത്തിന്റെ ഇരയാണെന്ന വാദം തള്ളിക്കളഞ്ഞ ഹോം ഓഫീസ് ഉദ്യോഗസ്ഥർ ഇയാൾക്ക് പരാതി നൽകുവാനുള്ള അവകാശമുണ്ടെന്നും ചൂണ്ടിക്കാട്ടുന്നു. ജാഗ്വാർ ലാൻഡ് റോവർ കാർ നിർമ്മാണം നിർത്തി. സൈബർ ആക്രമണത്തെ തുടർന്ന് ബ്രിട്ടനിലെ ഏറ്റവും വലിയ കാർ നിർമ്മാതാക്കളായ ജാഗ്വാർ ലാൻഡ് റോവർ അവരുടെ കാർ നിർമ്മാണം നിർത്തിവെച്ചു. സെപ്റ്റംബർ 24 വരെ പ്രശ്ന പരിഹാരത്തിനായി പ്ലാന്റുകൾ അടച്ചിടുമെന്ന് കമ്പനി അറിയിച്ചു. ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ടാറ്റ ഗ്രൂപ്പിന്റെ ഉടമസ്ഥയിലുള്ള JLR-ൽ ഹാക്കർമാർ സിസ്റ്ററിൽ നുഴഞ്ഞുകയറിയതായും കണ്ടെത്തിയത്. ഇതിനെ തുടർന്നാണ് കാർ നിർമ്മാണം നിർത്തിവെച്ചത്. ചില ഡാറ്റകളെ ഈ ആക്രമണം ബാധിച്ചിട്ടുണ്ട് എന്നും കമ്പനി സ്ഥിരീകരിച്ചു. ഈ മാസം ആദ്യം ആരംഭിച്ച ഈ സൈബർ ആക്രമണത്തെക്കുറിച്ചുള്ള അന്വേഷണം തുടരുന്നതിനാലാണ് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തതെന്നും കമ്പനി വ്യക്തമാക്കി. കുട്ടികൾക്ക് ബോളിവുഡ് ഡാൻസിൽ താല്പര്യമുണ്ടോ? നിങ്ങളുടെ കുട്ടികൾക്ക് ബോളിവുഡ് ഡാൻസിൽ താല്പര്യമുണ്ടോ? അവരുടെ ആരോഗ്യത്തിലും സൗന്ദര്യത്തിലും നിങ്ങൾ ശ്രദ്ധാലുവാണോ? എങ്കിൽ അവർക്കായി കെന്റിലെ ജില്ലിംഗ്ഹാമിൽ വുഡ്ലാൻഡ്സ് അക്കാദമിയിൽ ഈ സെപ്റ്റംബർ 21 മുതൽ എല്ലാ ഞായറാഴ്ചയും 12 മണിക്ക് ഡാൻസ് ക്ലാസുകൾ ആരംഭിക്കുന്നു. 7 മുതൽ 18 വരെ പ്രായമുള്ള കുട്ടികൾക്കാണ് ബോളി ബീറ്റ് ഡാൻസ് ഫിറ്റ്നസ് ഫൗണ്ടർ രതീഷിന്റെ നേതൃത്വത്തിൽ ഡാൻസ് ക്ലാസുകൾ നടക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 07442669185 എന്ന നമ്പറിലും 07478428555 എന്നീ നമ്പറുകളിലും വിളിക്കുക. മോർണിംഗ് ന്യൂസ് അവസാനിച്ചു. നന്ദി, നമസ്കാരം.